നിങ്ങളുടെ ഫോണിൽ ഇന്റർനെറ്റ് സ്പീഡ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ? 5G ഉണ്ട്, വൈഫൈ ഉണ്ട്. പക്ഷേ ഒരു വലിയ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ തുടങ്ങിയാൽ അത് ഇഴഞ്ഞ് പോകുന്നത് പോലെ തോന്നാറുണ്ടോ? എന്നാൽ അധികം ആളുകൾക്കും അറിയാത്ത ഒരു ക്രോം സെറ്റിംഗ്സ് ഉണ്ട്. ഇത് ഓൺ ചെയ്താൽ നിങ്ങളുടെ ഇന്റർനെറ്റ് ഡൗൺലോഡ് സ്പീഡ് 5 മടങ്ങ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് മുമ്പ് ഒരു വലിയ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ 30 മിനിറ്റ് എടുത്തിരുന്നെങ്കിൽ ഈ ഫീച്ചർ ഉപയോഗിച്ച് അത് വളരെ സമയത്തിനുള്ളിൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചേക്കാം. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഇത്രയും വലിയ സ്പീഡ് വർധനവ് എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതാണ് ഇനി ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഹായ് സുഹൃത്തുക്കളെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. സാധാരണയായി നിങ്ങൾ ഇന്റർനെറ്റിൽ നിന്ന് ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ഫയൽ ഒരൊറ്റ ഇന്റർനെറ്റ് കണക്ഷൻ വഴിയാണ് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത്. പല സെർവറുകളും ഒരു കണക്ഷന് ഒരു നിശ്ചിത സ്പീഡ് നിശ്ചയിച്ചിട്ടുണ്ടാകും. ഉദാഹരണത്തിന് പരമാവധി ഒരു കണക്ഷന് 50 MB മാത്രമാണ് നൽകുന്നത് എന്ന് കരുതുക. നിങ്ങളുടെ ഇന്റർനെറ്റ് സ്പീഡ് 500 MBS ആണെങ്കിലും ആ സെർവറിന്റെ സ്പീഡ് ലിമിറ്റ് കാരണം നിങ്ങൾക്ക് ആ ഫയൽ 50 MBS വേഗത്തിൽ മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കൂ. എന്നാൽ നമ്മുടെ ഫോണിലെ ഒരു സെറ്റിംഗ്സിൽ വലിയ ഫയലിനെ പല ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുന്ന ഒരു ഫീച്ചർ ഉണ്ട്. അതിനുശേഷം ഓരോ ഭാഗത്തിനും പ്രത്യേക ഇന്റർനെറ്റ് കണക്ഷൻ സൃഷ്ടിച്ച് എല്ലാ ഭാഗങ്ങളും ഒരേ സമയം ഡൗൺലോഡ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ചില സാഹചര്യങ്ങളിൽ സെർവറിന്റെ സ്പീഡ് പരിധിയെ മറികടന്ന് കൂടുതൽ വേഗത്തിൽ ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ സാധിച്ചേക്കാം. എല്ലാ ഭാഗങ്ങളും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവയെ വീണ്ടും ഒന്നിച്ച് ചേർത്ത് ഒരു ഫയലാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ ഈ ഫീച്ചർ ഓൺ ചെയ്യുന്നതിലൂടെ ചില സാഹചര്യങ്ങളിൽ ഡൗൺലോഡ് സ്പീഡ് 5 മടങ്ങ് വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ ഈ ഫീച്ചർ എങ്ങനെ ഓൺ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ആദ്യം നിങ്ങൾ ഗൂഗിൾ ക്രോം തുറക്കുക. ശേഷം അഡ്രസ് ബാറിൽ ക്രോം ഫ്ലാഗ്സ് എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസ് ഇതുപോലെയായിരിക്കും. ഇതിനുശേഷം നിങ്ങൾ മുകളിൽ കാണുന്ന സെർച്ചിൽ പാരലൽ എന്ന് ടൈപ്പ് ചെയ്തതിനു ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യുക. അപ്പോൾ പാരലൽ ഡൗൺലോഡിംഗ് എന്ന ഓപ്ഷൻ കാണാം. അത് സാധാരണ ഡിഫോൾട്ട് എന്ന നിലയിലായിരിക്കും. അതിന്റെ സൈഡിൽ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഇനബിൾ എന്ന് തിരഞ്ഞെടുക്കുക. അതിനുശേഷം താഴെ വരുന്ന റീലോഞ്ച് ബട്ടൺ നിങ്ങൾ അമർത്തുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി ഈ പാരലൽ ഡൗൺലോഡിംഗ് ഫീച്ചർ പ്രവർത്തനക്ഷമമായിരിക്കും. വലിയ ഫയലുകൾ ഡൗൺലോഡ് ചെയ്യുന്നവർക്ക്, APK ഫയലുകൾ സ്ഥിരമായി ഡൗൺലോഡ് ചെയ്യുന്നവർക്ക്, വീഡിയോ ഫയലുകൾ, സിപ്പ് ഫയലുകൾ, ISO ഫയലുകൾ എന്നിവ ഡൗൺലോഡ് ചെയ്യുന്നവർക്ക് ഈ സെറ്റിംഗ്സ് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഇന്ന് ഞാൻ കാണിച്ച ഈ ക്രോം ഹിഡൻ സെറ്റിംഗ് നിങ്ങൾക്ക് പുതുമയുള്ള അറിവായിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്യൂ. പലർക്കും ഈ ഫീച്ചറിനെ കുറിച്ച് ഇന്നും അറിവുണ്ടാകണമെന്നില്ല. ഇനിയും ഇത്തരത്തിലുള്ള ഉപകാരപ്രദമായ ആൻഡ്രോയിഡ്, ഗൂഗിൾ, AI, പ്രൈവസി, ഹിഡൻ സെറ്റിംഗ്സ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.